ആർമി എയർഫോഴ്സിൻ്റെ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന, അതായത് ഇപ്പോൾ നേരത്തെ എന്ന് പറയാൻ കാരണം അഗ്നിവീർ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു രീതി അവർ കൈക്കൊണ്ടിട്ടുണ്ട്. മുൻപ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മ്യൂസിഷ്യൻ ഇത്രയും ഞാൻ പറഞ്ഞത്, അതായത് ഒരു ഇൻസ്ട്രുമെൻ്റ് നന്നായി വായിക്കാൻ അറിഞ്ഞിരിക്കണം. അത് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ ബേസിക് കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ യൂണിറ്റിൽ പോയതിന് ശേഷം 3 വർഷം കഴിയുമ്പോൾ മ്യൂസിഷ്യൻ, അപ്പോൾ ഇവർ യൂണിറ്റിലേക്ക് പോകുമ്പോൾ മ്യൂസിഷ്യൻ സെക്കൻഡ് ക്ലാസ് ആയിട്ടാണ് അവർ പാസ് ഔട്ട് ചെയ്ത് അവരുടെ ഡ്യൂട്ടി തുടങ്ങുന്നത്. അതിനുശേഷം സർവീസിൽ ജോയിൻ ചെയ്ത് 3 വർഷം കഴിയുമ്പോൾ മ്യൂസിഷ്യൻ ഫസ്റ്റ് ക്ലാസ് എന്ന ഒരു ബോർഡാണത്. ബോർഡിൽ അവിടെ ചെല്ലുമ്പോൾ ബേസിക്കലി ഒരു മേജർ സ്കെയില്, മൈനർ സ്കെയില്, പിന്നെ ആർപിജിയോസ് അവർ ഒരു 6 or 7 അവർ ചോദിക്കുന്നത്, എക്സാമിനർ എങ്ങനെയാണോ ചോദിക്കുന്നത് ആ രീതിയിലുള്ള സ്കെയിലിൻ്റെ പ്രാക്ടീസ്. വൈ? ബിക്കോസ് അതിൻ്റെ ബേസിക്കാണ് നമ്മൾ ഏത് ഇൻസ്ട്രുമെൻറ്റിൻ്റെയും സ്കെയില്. അപ്പോൾ അത് ചോദിച്ചതിന് ശേഷം പിന്നെ അത് ഇൻസ്ട്രുമെൻറ്റേഷനിൽ എലിമെൻറ്റ്സ് ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് ഇൻസ്ട്രുമെൻ്റ്, അതിൻ്റെ കമ്പാസ്, ഓരോ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കമ്പാസ് ഉണ്ട്, അതിൻ്റെ രജിസ്റ്റർ ഉണ്ട്. അങ്ങനെയുള്ള ആ മ്യൂസിക്കിനോടനുബന്ധിച്ചുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ, അതായത് ഓരോ റാങ്കിനനുസരിച്ചും അവർ ചെറിയ ചെറിയ, അതായത് LKG, UKG, 1ാം ക്ലാസ്, 2ാം ക്ലാസ് എന്ന പോലെ നമുക്ക് മ്യൂസിഷ്യൻ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട്. ആ മ്യൂസിഷ്യൻ ഫസ്റ്റ് ക്ലാസ് പാസ്സായി കഴിയുമ്പോൾ നമുക്ക് 4 വർഷം കഴിയുമ്പം ഗുഡ് കണ്ടക്ട് ബാഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജ് കിട്ടും. അതിനുശേഷം അടുത്ത പ്രൊമോഷൻ എന്ന് പറയുന്നത് ലീഡിങ് എന്ന് പറയുന്നത് ലീഡിങ് മ്യൂസിഷ്യൻ, ഇല്ലെങ്കിൽ നമ്മുടെ ആർമിയിൽ പറയണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നായക്. ആ നായക് എന്നുള്ള ഇതിലേക്ക് ഒരു ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ നായക്കിനാണ് ഞങ്ങളുടെ നേവിയിൽ പറയണ ലീഡിങ് എന്നുള്ളത്. അപ്പോൾ അതിന് ബോർഡാണ്. ആ ബോർഡിലും അവർ തരുന്ന റിട്ടൺ ടെസ്റ്റ് ഉണ്ട്, നമ്മൾ പ്ലേയിങ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ ഓറൽ ടെസ്റ്റ് ഉണ്ട്. അത് ഇപ്പോൾ പവർ ഓഫ് കമാൻഡും കൂടി ചെയ്യുന്നുണ്ട്. ലീഡിങ് മ്യൂസിഷ്യൻ അല്ലെങ്കിൽ നായക്കിൻ്റെ കോഴ്സ് നടക്കുന്ന സമയത്ത് അവർ ചെറിയ രീതിയിലുള്ള പവർ ഓഫ് കമാൻഡും കൂടി ചെയ്യുന്നുണ്ട്. വൈ? ബിക്കോസ് ചിലപ്പോൾ അവൾദാർ ഉണ്ടായില്ലെങ്കിൽ, പെറ്റ്യൂസർ ബാൻഡ് മാസ്റ്റർ ഇല്ലെങ്കിൽ അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ചെറിയ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ലീഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നായക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹവൾദാർ എന്ന് ആർമിയിൽ പറയും, ഞങ്ങൾക്കത് പെറ്റി ഓഫീസർ എന്ന് പറയും. അതിന് വേണ്ട അത് അടുത്ത ടെസ്റ്റാണ് പെറ്റി ഓഫീസർ ക്യൂ കോഴ്സ് അല്ലെങ്കിൽ ക്ലാസ്. അപ്പോൾ അതിൽ പെറ്റി ഓഫീസറിൻ്റെയും ബോർഡാണ്. ഞങ്ങൾക്ക് 3 ബോർഡാണ്, അതായത് മ്യൂസിഷ്യൻ ഫസ്റ്റ് ക്ലാസ്സിനും ബോർഡാണ്, ലീഡിങ്ങിനും ബോർഡാണ്, പെറ്റി ഓഫീസറിന് വരെയും ബോർഡാണ്. അടുത്ത തലം എന്ന് പറയുന്നത് ആർമിയിലെ നായക് സുബേദാർ എന്ന് പറയും, നേവിയിൽ ചീഫ് പെറ്റി ഓഫീസർ എന്ന് പറയും. അതിന് ഞങ്ങൾ കോഴ്സ് 4 വർഷം കോഴ്സ്, 4.5 വർഷം കോഴ്സ് നേവി കൊടുക്കുന്നു. ആ ചീഫ് പെറ്റി ഓഫീസർ കോഴ്സ് കഴിയുന്നതോടുകൂടി നമ്മുടെ പ്രൊഫഷണൽ ട്രെയിനിങ് അവിടെ തീരുകയാണ്. പ്രൊഫഷണലായിട്ടുള്ള ചീഫ് പെറ്റി ഓഫീസറാണ് ലാസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത്. പ്രൊഫഷൻ കൺസേണിൽ ചീഫ് പെറ്റി ഓഫീസർ കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നത് മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ സെക്കൻഡ് ക്ലാസ്, മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ ഫസ്റ്റ് ക്ലാസ്. അപ്പം ഈ ചീഫ് പെറ്റി ഓഫീസർ കോഴ്സ് ചെയ്താൽ ഉടനെ തന്നെ ലീഡർഷിപ്പ് കോഴ്സ് എന്ന് പറയുന്ന നേവിയിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും INS അഗ്രാണി കോയമ്പത്തൂരാണ് നടക്കുന്നത്. അത് 1 മാസത്തെ കോഴ്സാണ് ലീഡർഷിപ്പ് കോഴ്സ്. അതുകൂടെ പാസ്സായാലേ നമ്മൾ നായക് സുബേദാർ ഇല്ലെങ്കിൽ ചീഫ് പെറ്റി ഓഫീസർ ആകത്തുള്ളൂ. ചീഫ് പെറ്റി ഓഫീസർ ആയിക്കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് കോഴ്സ് എന്ന് പറയുന്നൊരു കോഴ്സുണ്ട്. നമ്മൾ മിഡിൽ ലെവൽ മാനേജർ, അതായത് ഓഫീസർ കഴിഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ ലെവലിൽ നിന്ന് വരുന്ന ഒരാളിന് മാനേജ്മെൻറ്റ് സ്കില്ലുണ്ടായിരിക്കണം. എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, അതായത് നമ്മൾ വിത്തിൻ്റെ റിസോഴ്സ്, നമുക്ക് ഈ റിസോഴ്സിനെ എങ്ങനെ നമുക്കിത് ചെയ്യാം. ഒരു 10 പേരേ ഉള്ളൂ നമ്മുടെ കയ്യിൽ, ഒരു 20 പേരുടെ കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി ഉണ്ട്. നമ്മൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ആ സിറ്റുവേഷൻ എങ്ങനെ. ഇപ്പം അർജൻറ്റും ഉണ്ട്, എമർജൻസി ഒരു 5 കാര്യം ഉണ്ടെങ്കിൽ ആ എമർജൻസി 5 കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് 5 ഒരേ ടൈമിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് എങ്ങനെ ക്രമപ്പെടുത്തും, അത് എങ്ങനെ നമ്മൾ ചെയ്താൽ എങ്ങനെ അത് അതിൻ്റെ ഗുഡ് ഒരു ഔട്ട്പുട്ട് കിട്ടും എന്നുള്ള ഒരു മാനേജ്മെൻറ്റ് കോഴ്സാണ്. ആ മാനേജ്മെൻറ്റ് കോഴ്സ് കഴിഞ്ഞാൽ നേവിയുടെ കോഴ്സ് കംപ്ലീറ്റ് കഴിയും. മാനേജ്മെൻറ്റ് നമ്മൾ ലീഡർഷിപ്പ് കഴിയുമ്പോൾ തന്നെ ചീഫ് പെറ്റി ഓഫീസർ ആവുന്ന മാനേജ്മെൻറ്റ് കഴിയുമ്പോൾ സെലക്ഷനാണിതിൽ. സെലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മാസ്റ്റർ ചീഫ് സെക്കൻഡ് ക്ലാസ് എന്ന് പറയുന്നത് 3 സെലക്ഷനേ ഉള്ളൂ. അതായത് ചീഫ് പെറ്റി ഓഫീസർ ആയിക്കഴിഞ്ഞാൽ 3 വർഷം 3 അസസ്മെൻറ്റ് പോകണം. ഇയറിൽ ഓരോ വർഷം ഓരോ അസസ്മെൻറ്റാണ് പോകുന്നത്. 3 അസസ്മെൻറ്റ് കഴിയുമ്പോൾ നമ്മളെ SD, നമ്മളെ ഡിവിഷണൽ റെക്കോർഡ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് അവർ കോൾ ചെയ്യും. അതിൽ 10 വർഷത്തെ ബാക്കിലോട്ടുള്ള നമ്മുടെ പെർഫോമൻസ്, നമ്മൾ എന്തൊക്കെ ഡ്യൂട്ടിയാണ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം നോക്കി അവർ അതിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. ഞാൻ മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ സെക്കൻഡ് ക്ലാസ്സിലേക്ക് സെലക്ഷനായി പോകുമ്പോൾ ഒറ്റ വേക്കൻസി ഉള്ളൂ.
14 പേരുടെ HD ആണ് പോയത്. അതിൽ ആകെ ഏറ്റവും ജൂനിയർ ആയിരുന്നതാണ് ഞാൻ സെലക്റ്റായി. ബാക്കി 12 പേരും തഴയപ്പെട്ടു. പിന്നെ അവർക്ക് 2 ചാൻസ് കൂടെ ഉണ്ട്. ഈ 3 ചാൻസിലും ആയില്ലെങ്കിൽ ആ മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ സെക്കൻഡ് ക്ലാസ് ആകത്തില്ല. ഇനി മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ സെക്കൻഡ് ക്ലാസ് ആയാൽ മാത്രമേ മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ ഫസ്റ്റ് ക്ലാസ്, അതായത് ആർമിയിൽ പറയുന്ന സുബേദാർ മേജർ, അശോക് സ്തംഭമാണ് അവരുടെ തോളിലിരിക്കുന്നത്. അപ്പോൾ സുബേദാർ മേജർ എന്ന് പറയുന്നത്, ആർമിയിൽ സുബേദാർ മേജർ എന്ന് പറയുമ്പോൾ ഞാൻ നേവിയിൽ മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ മ്യൂസിഷ്യൻ ഫസ്റ്റ് ക്ലാസ്, എയർഫോഴ്സിലെ മാസ്റ്റർ വാറണ്ട് ഓഫീസർ എന്ന് പറയപ്പെടും. അപ്പോൾ ആ ഇത് കഴിഞ്ഞാൽ എത്ര മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ ഫസ്റ്റ് ക്ലാസ് ഉണ്ടോ, നമ്മൾ ടോട്ടൽ സർവീസ് എന്ന് പറയുന്ന നേവിയിൽ 37 വർഷം സർവീസ് ഇല്ലെങ്കിൽ 56 വയസ്സാണ് നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് 5 വർഷം ചെയ്ത് 25 വർഷം കഴിഞ്ഞാൽ 2 വർഷമായിട്ടേ നമുക്ക് സൈൻ കിട്ടത്തുള്ളൂ. അതായത് എൻ്റെ എക്സ്പയറി ഓഫ് റീ എൻഗേജ്മെൻ്റ് ആകുന്നു, എനിക്ക് സർവീസ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളൊരു ഫോം അവിടെ നിന്ന് വരും. അപ്പോൾ ഞങ്ങൾക്ക് വില്ലിങ് ഓർ അൺവില്ലിങ്. വില്ലിങ് ചെയ്യണമെങ്കിൽ നമ്മളെ ഫുൾ മെഡിക്കൽ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു S1 A1 ആണെങ്കിൽ മാത്രം നമുക്ക് ഫർദർ സൈൻ കിട്ടും. എല്ലാ S1 A1 ആണെങ്കിലും 37 വർഷം ഇല്ലെങ്കിൽ 56 വയസ്സ്, ഇതിൽ രണ്ടിൽ ഏതാണോ ആദ്യം വരുന്നത് അതിൽ പോകണം. അപ്പോൾ അവസാനമായിട്ട് സർവീസ് നമുക്ക് തരുന്ന ഒരു ഓണററിയമുണ്ട്. അതായത് സുബേദാർ മേജർ ആണെങ്കിലും അവർക്ക് ഈ ഓണറി കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഓഫീസർ റാങ്ക് പോലെയാണത്, ഓണറി കമ്മീഷൻ റാങ്ക്. നേവിയിൽ എന്ന് പറയുമ്പം മാസ്റ്റർ ചീഫ് മ്യൂസിഷ്യൻ സെക്കൻഡ് ക്ലാസ് ഇല്ലെങ്കിൽ മാസ്റ്റർ ചീഫ് സെക്കൻഡ് ക്ലാസ്സിന് ഒറ്റ പ്രാവശ്യമേ പോകത്തുള്ളൂ, അത് ഓണറി സബ് ലെഫ്റ്റനൻറ്റ്. മാസ്റ്റർ ചീഫ് ഫസ്റ്റ് ക്ലാസ് ആകുന്ന ഒരാളിന് ഓണറി സബ് ലെഫ്റ്റനൻറ്റ്, ഓണറി ലെഫ്റ്റനൻറ്റ് വരെ ആകാം. ഇത്രയുമാണ് നമ്മളെ തുടക്കം മുതലുള്ള ഒരു ആളിൻ്റെ ഒരു സെയിലറായി കയറി കഴിഞ്ഞാൽ ഓണറി ലെഫ്റ്റനൻറ്റ് വരെയാണ് ആ വ്യക്തിയുടെ പ്രൊമോഷൻ.